16 മൃതശരീരങ്ങളാണ് ഇപ്പോൾ പുത്തുമലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 14 പേരെ കൂടി അല്പസമയത്തിനകം ഇവിടേക്ക് കൊണ്ടുവരും. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ കേരളം ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു. അത് നമുക്ക് ഈ അന്ത്യകർമ്മങ്ങളിലുമൊക്കെ കാണാം. ഒരു തരത്തിലുള്ള ഭേദവുമില്ലാതെ എല്ലാവരും യോജിപ്പോടുകൂടി മുന്നോട്ട് പോകുന്ന അതിജീവനത്തിൻ്റെ ഒരു അധ്യായം കൂടിയാണ് ഈ ദുരന്തമുഖത്ത് നമ്മൾ കാണുന്നത് എന്ന കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല. വയനാട്ടിലേക്ക് വലിയ സഹായ പ്രവാഹമാണ്. സർക്കാർ ഏജൻസികൾ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ അത് നടപ്പാക്കുന്നതിനൊപ്പം തന്നെ സ്വകാര്യ ഏജൻസികളും സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം വലിയ തോതിൽ സഹായവുമായി രംഗത്ത് വരുന്നുണ്ട്. ഒരു അതിജീവനത്തിനുള്ള അന്തരീക്ഷം അവിടെ ഒരുങ്ങുമ്പോഴും ഈ ദുരന്തത്തിൻ്റെ ആഴം അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും എത്രയോ അപ്പുറത്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പങ്കുവയ്ക്കുന്ന ഒരു വിവരം, മന്ത്രിസഭാ ഉപസമിതി മാധ്യമങ്ങളെ കാണും. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി ഇന്ന് വൈകിട്ട് 5 മണിക്ക് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ മാധ്യമപ്രവർത്തകരെ കാണും. എല്ലാവരും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് അവിടുത്തെ ഏകോപനം, ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏകോപനം, ഒപ്പം അവിടുത്തെ ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാണ് എന്നതൊക്കെ മന്ത്രിസഭാ ഉപസമിതി മാധ്യമങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദിവിഷ് മണി പുത്തുമലയിലുണ്ട്. ദിവിഷ്, ഈ മൃതശരീരങ്ങൾ കൂടി അവിടേക്ക് വന്നതോടുകൂടി വല്ലാത്തൊരു കനത്ത നിശബ്ദത, വല്ലാത്തൊരു വിഷമം തളം കെട്ടിയ അന്തരീക്ഷം. നമുക്കിതിനെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ സങ്കല്പത്തിലുള്ള ഏറ്റവും ഭീകരമായ ദുരന്തത്തിനും അപ്പുറത്തേക്ക് ഈ കണക്കുകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ 391 പേർ മരിച്ചു, 180-ലധികം പേരെ കാണാതായി. നമുക്കൊന്നും ഒരു സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായാണ് ഇപ്പോഴത്തെ മേൽവിലാസമില്ലാത്ത ഇവരുടെ മടക്കം പുത്തുമലയിൽ സംഭവിക്കുന്നത്. സതീഷ്, സാധാരണഗതിയിൽ നമ്മളൊരു ആംബുലൻസ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ കണ്ടാൽ നമ്മുടെയൊക്കെ ഒരു രീതിയുണ്ട്. മനസ്സിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവർ ദൈവമേ അതിനുള്ളിലുള്ള ജീവനെ കാത്തുകൊള്ളണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു പോകും. പക്ഷെ ഇവിടെ ആംബുലൻസുകൾ വരുമ്പോൾ എന്താണ് നമ്മൾ പറയുക? എന്താണ് ഈ കാഴ്ച നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വേദന എന്ന് സത്യത്തിൽ പറയാൻ പറ്റില്ല രതീഷ്. കാരണം ആ ദുരന്തഭൂമി കണ്ട് അവിടെ ചിലരെങ്കിലും ഒരു തിരിച്ചുവരവിന്റെ ഒരു കനലവലുണ്ടല്ലോ എന്നൊരു ചെറിയ ആശ്വാസത്തോടെയാണ് സത്യത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മുടെ കരുത്തും അല്ലെങ്കിൽ നമ്മുടെ ഒരു ധൈര്യമൊക്കെ ചോർന്നു പോകുന്നു എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. കാരണം ഇത്രയേറെ നമ്മളെപ്പോലെ ഇങ്ങനെ നടന്ന കുറെ മനുഷ്യർ ജീവച്ഛവങ്ങളായി അല്ലെങ്കിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കറുത്ത ബാഗിൽ പൊതിഞ്ഞു കെട്ടി ഇങ്ങനെ നിരനിരയായി ഒരു ടേബിളിന് മുകളിൽ വയ്ക്കുന്ന ഒരു ദൃശ്യം, അത് കാണേണ്ടി വന്നത് തന്നെ ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ്. ഒരിക്കലും ഇത് ആവർത്തിക്കരുതേ, ഈ ലോകത്തൊരിടത്ത് പോലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകല്ലേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആഗ്രഹിച്ചു പോകുന്ന, പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സമയമാണ്. ഇവിടെ ഇപ്പോൾ ടി സിദ്ദിഖ് MLA ഉണ്ട്. അദ്ദേഹം ആണ് ഈ കാര്യങ്ങളൊന്ന് ഏകോപിപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ മൃതദേഹങ്ങളായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വരുന്ന 16 മൃതദേഹങ്ങൾ എത്തിയ ശേഷം ബാക്കി ഇതിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്, അവര് ഒന്നങ്ങോട്ട് മാറി നിന്ന ശേഷം സർവ്വമത പ്രാർത്ഥന നടക്കും. അതിനുശേഷം പിന്നെ അടുത്ത മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ കൂടി ഈ ഒരു വല്ലാത്ത ഈ സങ്കട നിമിഷത്തിൽ ഇവിടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാലോ, ഇപ്പോ എല്ലാ തലത്തിലും നിന്ന് പരമാവധി സാധ്യമായ രീതിയിലൊക്കെ രക്ഷാദൗത്യമാണെങ്കിലും തിരച്ചിലാണെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംസ്കാര ചടങ്ങ് പോലും, കൂട്ടമായൊരു സംസ്കാരം ഒരുക്കുന്നത് പോലും ഇവിടുത്തെ ആളുകൾക്ക് വേദന ഉണ്ടാക്കാതിരിക്കാനാണ്. കാരണം ദൂരെ എവിടെയോ ആണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അന്തി ഉറങ്ങുന്നത് എന്നൊരു തോന്നൽ അവരിലുണ്ടാക്കുന്ന നമുക്കറിയാലോ. എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവരെപ്പോ പരമാവധി ആത്മധൈര്യം, മനോധൈര്യം നൽകി തിരിച്ചു കൊണ്ടുവരിക എന്നൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഈ സമൂഹത്തിന്റെ മുഴുവൻ മുന്നിലുള്ളത്. അപ്പോൾ അതിനിടയിൽ അവരുടെ പ്രിയപ്പെട്ടവർ എവിടെയോ ആണെന്ന ഒരു തോന്നൽ അവർക്ക് വല്ലാത്ത വീണ്ടും അവരുടെ ഒരു വിഷമത്തെ, അതിന്റെ കാഠിന്യം കൂട്ടിയുള്ളൂ. അപ്പൊ അത് പരമാവധി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവരുടെ സമീപത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി ഈ ഒരു അന്ത്യവിശ്രമത്തിനുള്ള ഇടമൊരുക്കുന്നത്. പക്ഷെ എല്ലാ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ വളരെ ഇവിടുത്തെ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു ശബ്ദമേ ഉള്ളൂ രതീഷ്. കാരണം അതിനപ്പുറത്തേക്ക് മനുഷ്യനിവിടെ ഒന്നും പറയാൻ കഴിയില്ല. നമ്മൾ തന്നെ ഞാനിത്തിരി മാറി നിന്നാണ് സംസാരിക്കുന്നത്. കാരണം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മനുഷ്യന്റെ അവസ്ഥയെ നമുക്ക് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള കാഴ്ചയ്ക്ക് നമ്മുടെ കേരളമെന്നല്ല ലോകത്തിലൊരിടത്തും മനുഷ്യ സമൂഹം ശരിയായി പോകരുതേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകും. കാരണം നിരനിരയായി ആംബുലൻസുകൾ വരുന്നു, അതിൽ നിന്ന് ബാഗുകളിലാക്കി മൃതദേഹങ്ങൾ ഇറക്കി വെക്കുന്നു, ടേബിളിൽ എല്ലാം ഇറക്കി വെച്ച ശേഷം അവരുടെ ഇനി
സ്വാഭാവികമായിട്ടും സർവ്വമത പ്രാർത്ഥനയുടെ ഒരു ചടങ്ങാണ്. അടുത്ത ടേബിളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടല്ലോ, ആ താഴെ ഇതിന്റെ തൊട്ട് താഴെയുള്ള ഒരു തട്ടായിട്ടാണ് അവിടെ ഈ കുഴികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ആ സംസ്കാര ചടങ്ങുകൾ നടക്കും. വല്ലാത്തൊരു നേരത്തെ ADGP അജിത് കുമാർ സർ പറഞ്ഞിരുന്നു, ഇപ്പോൾ സമയം 4 മണിയാണ്, ഏകദേശം ഒരു 5:30യോടുകൂടി ഈ ഒരു മാസ് ക്രമേഷനാണല്ലോ ഇപ്പൊ നടക്കുന്നത്. അത് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ദുരന്തത്തിന്റെ ആ ഒരു ഘട്ടം പൂർത്തിയാകുന്നു. ഇപ്പോൾ ഇന്ന് 3 മൃതദേഹങ്ങൾ കിട്ടിയെന്നൊരു വാർത്തയുണ്ട്. അതൊക്കെ ഇനി സ്വാഭാവികമായിട്ടും അത് കിട്ടുന്ന അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് സംസ്കരിക്കും. പക്ഷെ ഇങ്ങനെ കൂട്ടമായ ഒരു സംസ്കാരം ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് കരുതുകയാണ്. വല്ലാതെ വേദനിപ്പിക്കുന്ന, എനിക്കൊന്നും അധികം ബന്ധുക്കളൊന്നും ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതോ കൂടെ വന്നവർ മരവിച്ച അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ. കാരണം ഇപ്പൊ നിലവിൽ നമ്മൾ ഈ വോളണ്ടിയേഴ്സിനെയും പ്രവർത്തകരെയും ഇതിന്റെ ചുമതലകൾ വഹിക്കുന്ന ആളുകളെയും ഒക്കെയാണ് കാണുന്നത്. ബന്ധുക്കൾ ഒരുപക്ഷെ ഇത് പലതും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ആ ഒരു നൊമ്പര നിമിഷം കാണാനായി വരുന്നില്ല എന്ന് കരുതാം. അടുത്ത ഘട്ടത്തിൽ ആ ഒരു പരിശോധനാ ഫലങ്ങളൊക്കെ കിട്ടിയ ശേഷം അവർക്ക് അവരുടെ നാട്ടിൽ അവരുടെ പ്രിയപ്പെട്ടവർ അന്തിയുറങ്ങുന്ന ഈ മണ്ണിൽ ഒരു പുഷ്പമെങ്കിലും അർപ്പിക്കൽ, അവരുടെ മനസ്സിന്റെ ഒരു ശാന്തിക്ക് വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉചിതമായ രീതിയിൽ ഞങ്ങൾ ഈ മണ്ണിലേക്ക് തന്നെ സമർപ്പിച്ചു എന്നൊരു തോന്നൽ, ഒരു ആശ്വാസമാണ്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഒരു മനുഷ്യന് തോന്നുന്ന ഒരു ചെറിയ ആശ്വാസം. അപ്പൊ അതിനുവേണ്ടി അത് പക്ഷെ കുറച്ച് സമയം എടുക്കുമല്ലോ. നമുക്കറിയാം DNA ടെസ്റ്റിന്റെ ഒക്കെ സമയം, അത് കിട്ടി വന്ന് അതിന്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സമയം എടുക്കും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ സംസ്കാരം എന്ന ഒരു ഘട്ടം പൂർത്തിയാക്കാതെയും തരമില്ല. അപ്പൊ ഇതോടുകൂടി ഈ നമ്മൾ കണ്ടിരിക്കുന്ന ഇപ്പൊ ഇന്ന് 7ാം ദിവസമാണ്. കഴിഞ്ഞ 7 ദിവസമായി ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു ഇരുണ്ട അവസ്ഥയുണ്ട് ഈ നാടിന്. എത്രയൊക്കെ സൂര്യൻ തെളിഞ്ഞു വന്നാൽ പോലും ഈ നാടിന് മേലെന്തോ ഒരു ഇരുണ്ട അവസ്ഥയുണ്ട്. അത് മനുഷ്യന്റെ ദുഃഖത്തിന്റെയാണ്. ആ ഇരുണ്ട നിമിഷങ്ങൾ മാറട്ടെ, മനുഷ്യന്റെ മനസ്സിൽ അതിജീവനത്തിന്റെ പ്രകാശം പരക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ രാവിലെ പറയുമ്പോഴും മുണ്ടക്കയിലും പുത്തിരിമട്ടത്തൊക്കെ പോകുമ്പോഴും ഇതിന് തിരിച്ചു വരാൻ കഴിയണേ എന്നാണ് ഓരോ നിമിഷങ്ങളും ആവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് പറയാൻ സത്യത്തിൽ എന്താ പറയാ, വാക്കുകളില്ലാതെ പോകും. ആ ഒരു അതിജീവനം അത് എങ്ങനെയെന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു പോകും. പക്ഷെ ഈ ഒരു വൈകാരിക നിമിഷമാണ്. നമ്മൾ ഇത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നേ പറ്റൂ. ഓരോ ആംബുലൻസുകളായി കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവർ കരുതുന്ന പോലെ 5:30 അറ്റ്ലീസ്റ്റ് ഒരു 6 മണിയോടുകൂടിയെങ്കിലും ഇവിടുത്തെ ഒരു കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഹൃദയങ്ങൾ വരുന്നത് കണ്ടാൽ ടി സിദ്ദിഖിന്റെ ഒക്കെ വാക്കുകളിലുണ്ട്. അദ്ദേഹം ഈ നാട്ടുകാരനാണ്. അത് ആ ഒരു വേദന അവരുടെ തന്നെ വാക്കുകളിലുണ്ട്. ഇവരെ നിൽക്കുന്ന എല്ലാവരുടെയും, നമ്മുടെ മാധ്യമപ്രവർത്തകർ ഈ വാർത്ത പങ്കുവയ്ക്കുകയാണെങ്കിൽ പോലും നമ്മളെല്ലാവരും മനസ്സിലാണ്. എല്ലാവരും ഈ ദൃശ്യങ്ങളൊക്കെ പകർത്ത് നമ്മുടെ ക്യാമറാമാൻമാരെ തന്നെ സത്യത്തിൽ ഒരു യാന്ത്രികമായി ഈ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത് നമ്മൾ പകർത്താൻ നിയോഗിക്കപ്പെട്ടവരായതുകൊണ്ട് അത് ചെയ്യുന്നതാണ്. എല്ലാവരും മാനസികമായി വളരെ തളർന്നൊരു അവസ്ഥയിൽ തന്നെയാണ് ഈ ജോലി പോലും നിർവഹിക്കുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയേണ്ടതില്ല. പക്ഷെ എത്രയും വേഗം ഇവിടുത്തെ ജനങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടാകട്ടെ. നമ്മൾ അവരുടെ സ്വയം കരുത്തിന് പകരം നമ്മുടെ സംവിധാനങ്ങൾ അവർക്ക് ആ ഒരു കരുത്ത് തിരികെ കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോ വാഗ്ദാനങ്ങളും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, വീടായാലും മറ്റു സഹായങ്ങളൊക്കെ. പക്ഷെ അത് ഒരു കൃത്യമായ ഒരു ഏകജാലക സംവിധാനം വഴി ഒന്നും പാഴായി പോകാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ആരെയും ഒരു കുറ്റപ്പെടുത്തലോ സംവിധാനത്തോടുള്ള ഒന്നുമല്ല. കാരണം ഇവിടുത്തെ മനുഷ്യന്റെ ദുഃഖം പറഞ്ഞാൽ എത്രയും വേഗം അവർക്കൊന്ന് സ്വസ്ഥമായി കയറി കിടക്കാൻ ഒരിടമുണ്ടാകണേ എന്ന് ആരും ഇവിടെ വന്ന് ഇത് തിരിച്ചറിയുന്ന ആരും കരുതിപ്പോകും, ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ആ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നത്. അതായപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചടങ്ങിലേക്ക് പോകാം. നമ്മൾ പറയുന്നതിലും ഉത്തമം അതാണ്. അപ്പൊ ആദ്യം ആ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്കാണ് ജലീഷ്. ചടങ്ങിലേക്ക് പോകാം. നമ്മൾ പറയുന്നതിലും പ്രാർത്ഥന നിർവഹിക്കാൻ എല്ലാവരും സൗകര്യം ചെയ്യാം. ഫാദർ ജിങ്കോ കട്ടപ്പാമ്പി, ഫാദർ ജിബിൻ വാട്ടക്കുളം, വികാരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചൂരൽമല അവരുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ദൃശ്യങ്ങൾ തന്നെ പറയുന്നു ഇവിടുത്തെ ഒരു സങ്കടവും
പ്രാർത്ഥനയിലേക്കാണ്. ആ പ്രാർത്ഥനകളിലൂടെയെങ്കിലും ഒരു മരിച്ചുപോയവരുടെ